നിരാലംബർക്ക് സാന്ത്വനമേകി ആതുര സേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ ജീവിത ചിത്രം. സഭാവിശ്വാസികളെ കണ്ണീരിലാഴ്ത്തി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ മെത്രാപ്പോലീത്ത വിടവാങ്ങി. അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് KP യോഹന്നാന്റെ ജനനം. കൌമാരകാലത്തു തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു. 16-ാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി. 1974-ൽ അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു. പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം. ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൌര ഗിസല്ലെ വിവാഹം ചെയ്തു. 1978-ൽ ഭാര്യയുമായി ചേർന്ന് തുടങ്ങിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ജീവിതത്തിൽ വഴിത്തിരിവായി. സംഘടന വളർന്നതോടെ നീണ്ട വിദേശവാസത്തിന് ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ യോഹന്നാൻ തീരുമാനിച്ചു. ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്തു നിർത്തി 2003-ൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി. ആതുര സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായി. ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി. ഇന്ത്യയിലുടനീളം സഭ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ദുരന്തമുഖങ്ങളിൽ കാരുണ്യ സ്പർശമായി. ഭാവിയിൽ നന്മയ്ക്കായിട്ട്, ഉയർച്ചയ്ക്കായിട്ട്, സമാധാനത്തിനായിട്ട് ഞങ്ങളുടെ സഭയും ഓരോരുത്തരും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. 2017-ൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരുമാറുമ്പോൾ ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രാപ്പോലീത്ത സ്ഥാനം KP യോഹന്നാനെ വിശ്വാസികളെ ഏൽപ്പിച്ചു. അത്തനാസിയസ് യോഹന്നാൻ മെത്രാപ്പോലീത്തയ്ക്ക് വിട. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.